എറണാകുളം ഞാറയ്ക്കൽ പുതുവൈപ്പ് ബീച്ചിൽ കാണാതായ വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ സംഘത്തിലെ 2 യമൻ പൌരന്മാരെയാണ് ഇന്നലെ കടലിൽ കാണാതായത്. ഫയർഫോഴ്സിനൊപ്പം കോസ്റ്റ് ഗാർഡും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ തിരച്ചിൽ ഏതൊക്കെ രീതിയിൽ പുരോഗമിക്കുന്നു? ആരൊക്കെ പങ്കെടുക്കുന്നു തിരച്ചിലിൽ? ജിൽസി, ഈ വിദ്യാർത്ഥികൾക്ക് നീന്തൽ അറിയാമായിരുന്നെങ്കിലും തിരയിൽപ്പെട്ട കുട്ടികൾക്ക് ഒഴുക്കിനെ അതിജീവിക്കാനായില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപകടാവസ്ഥയെക്കുറിച്ച് അവർക്ക് സൂചന നൽകിയാലും പിന്നീട് പ്രത്യേകിച്ച് ഈ ഭാഷാപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലായില്ല എന്നതുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ അപകടം അറിഞ്ഞ സമയം മുതൽ പോലീസും തീരദേശ പോലീസും അഗ്നിരക്ഷാ സേനയും സംയുക്തമായ ഒരു ഓപ്പറേഷൻ, പ്രത്യേകിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടൊക്കെ ഇന്നലെ കടലിൽ വളരെ ദൂരം സഞ്ചരിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നിപ്പോൾ 2ാം ദിവസത്തിലേക്ക് തെരച്ചിൽ കടക്കുകയാണ്. കാര്യമായി തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവരോടൊപ്പമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ തുടരുകയാണ്. കോയമ്പത്തൂരിലെ രത്തിനം കോളേജിൽ നിന്നാണ് 9 അംഗ വിദ്യാർത്ഥി സംഘം ഇന്നലെ എറണാകുളത്ത് എത്തിയത്. അതിനുശേഷം ഈ ബീച്ചിൽ ഈ തീരത്ത് പുതുവൈപ്പ് തീരത്ത് കുറെ നേരം സമയം ചെലവഴിച്ചതിന് ശേഷമാണ് പിന്നീട് ഇവർ ആദ്യം തീരത്തിന്റെ തൊട്ടടുത്തും പിന്നീട് കടലിലേക്ക് ഉൾഭാഗത്തേക്കും കുളിക്കാനായി ഇറങ്ങിയത്. എന്തായാലും ഇവർക്ക് അപകടം സംബന്ധിച്ച് സൂചന നൽകിയിരുന്നെങ്കിലും ഈ പ്രദേശത്ത് തന്നെ നിരവധിയായ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് വളരെ നേരത്തെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ, അവിടെ നിരവധിയായ അപകടങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലായി പലരെയും കാണാതായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് വിദ്യാർത്ഥികൾ പതിയെ ബീച്ചിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ 2ാം ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത്. എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും ഭാഗത്തുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസും തീരദേശ പോലീസുമൊക്കെ ഈ സംബന്ധിച്ച തെരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും കാര്യമായി തന്നെ ഈ തെരച്ചിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. ജിൽസി, ശരി. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാണാതായ യമൻ പൗരന്മാർ 2 വിദ്യാർത്ഥികളാണ്. അവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.